ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസിലെ അനുമോൾക്ക് സ്വീകരണം ആര്യനാട് കൊടുത്ത കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആര്യനാട് സ്വീകരണം കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആ ജീപ്പിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഓടിക്കല വിളിച്ചു പറയുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരാണ് ശരിക്കും? അനുമോളുടെ മാമനാണ്. ആ വ്യക്തി പറയുന്ന ഇതെന്താണെന്ന് പറയുക, ലോകത്തിൽ തന്നെ ആര്യനാട് എന്ന ഗ്രാമത്തെ ഉയർത്തിപ്പിടിച്ച മഹനീയ വനിതയ്ക്ക് ഉജ്ജ്വല സ്വീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും നല്ല പൗരയാണ് നമ്മുടെ ഇന്ത്യയിലെ, ലോകത്തിലെ, കേരളത്തിലെ നല്ല അടിപൊളി പൗരയാണ്. ഇവിടെ നമ്മുടെ ആര്യനാടെന്ന കൊച്ചു ഗ്രാമത്തെ ഉയർത്തിക്കാണിച്ച വനിതയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മാക്കിക്കൂടെ വിളിച്ചു പറയുന്ന വ്യക്തി കുറച്ചു കാലം മുന്നേ ഈ മുട്ടുചിരട്ടയ്ക്ക് തേയ്മാനം വന്ന് മുട്ടുചിരട്ട ഇല്ലാണ്ട് അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് ഇല്ല എന്നും പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ചെയ്ത ആളായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് അനുമോൾ വന്നതിന് ശേഷം മുട്ടുചിരട്ട മാറ്റി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടാവും സ്വീകരണത്തിന് വേണ്ടി മൈക്കിൽ വിളിച്ചു പറഞ്ഞു പോകുന്നു. അനുമോളെ കുറേ പൊക്കി വെച്ചുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞു പോകുന്നത്. സാധാരണ സ്വീകരണം കൊടുക്കുക ജനങ്ങളാണ്, അതായത് സ്വന്തം വീട്ടുകാർ തന്നെയല്ല സ്വീകരണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, അനുമോൾക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നത് മാമൻ. ഇനി സ്വീകരണത്തിന് വേണ്ടി വിളക്ക് കൊണ്ടുവരുന്നത് അച്ഛൻ. നിങ്ങൾ നോക്കി നോക്കൂ, വിളക്ക് അനുമോളെ സ്വീകരിക്കാൻ വേണ്ടി ആര്യനാട്ടയ്ക്ക് വിളക്ക് കൊണ്ടു കൊടുക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനാണ് കൊണ്ട് അവിടെ എല്ലാം കാര്യങ്ങൾ സെറ്റാക്കുന്നത്. അപ്പോൾ ആരാണ് ഈ സ്വീകരണം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടില്ലേ, വിളക്ക് മേടിച്ചു വരുന്നത് അനുമോളുടെ അച്ഛനാണ്. പിന്നെ അവിടെ കൂടിയിരിക്കുന്നത് കൂടുതലും മീഡിയക്കാരാണ്, ജനങ്ങൾ. ആര്യനാട്ടത്തെ ജനങ്ങൾ അധികം അവിടെ ഇല്ല. അനുമോളെ കാണാൻ ആരും വന്നിട്ടില്ല. സത്യത്തിൽ കുറച്ച് പേര് മാത്രം, തിക്കും തിരക്കൊന്നുമില്ല. അവിടെ തിക്കും തിരക്കും കാണിക്കുന്നതും ഉറക്കെ വിളിച്ചു പറയുന്നതും ഈ മീഡിയക്കാരാണ്. കാരണം അനുമോളുടെ ഈ വീഡിയോസ് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസാണ്. ഇതുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ നോക്കാം അനുമോളെ. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ട കാര്യങ്ങൾ, അനുമോളുടെ ആ ഡബിൾ സ്റ്റാൻഡ്, ഇതാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ദേഷ്യമായിട്ടുള്ള ഡിസ്ലൈക്കും ഇതൊക്കെയാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ PR സൂചിക്കുന്നില്ല. സാധാരണ ആൾക്കാർ, ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണെങ്കിൽ അയ്യോ ശരി തന്നെയാണ്, അനുമോൾ ഇതൊക്കെ ചെയ്ത് തന്നെയാണ് എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ നിങ്ങൾ കുറേ പേര് PR വന്നിട്ടാണ് എനിക്ക് ഡിസ്ലൈക്ക് ഇതൊക്കെ തരുന്നത്. അതെനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഈ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ അനുമോളെ കുറേ പൊക്കി വയ്ക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എൻ്റേതായ നിലപാടും അത് കുറേ കാര്യങ്ങളും കണ്ട കാര്യങ്ങൾ പറയുക എന്താണ് എൻ്റെ പോളിസി. അതുകൊണ്ട് ആരും പൊക്കി വെച്ചിട്ട് എനിക്ക് അങ്ങനെ വളരണ്ട. പക്ഷേ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ, കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിയാണ് എന്ന് പറയുന്നവരുണ്ടാവും. അവരെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഇനി നോക്കി നോക്ക്, അപ്പം അക്ബറും അതുപോലെ തന്നെ ആര്യനും കൂടിയിട്ട് ഒരു വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, അനുമോളെ ഞാൻ വിളിച്ചോടാ കിട്ടുന്നില്ല, ശശി തരൂരിനേക്കാളും വലിയ ബിസിയാണ് അനുമോൾക്ക് എന്ന് പറയുന്നുണ്ട്. അനുമോൾക്ക് നമ്പർ ലീക്കായിട്ട് അനുമോൾ 10,000 കോളാണ് ഒരു ദിവസം വരുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ നമ്പർ ഇന്നലെ പോയി അനുമോൾ എടുത്തിരുന്നു. എല്ലാ മീഡിയസിനും നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ നമ്പർ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അനുമോൾക്ക് കിട്ടാതെ ഉണ്ടാവുക. ഈ 10,000 കോൾസിലേക്ക് ആര്യനും അക്ബറൊക്കെ വിളിച്ച അനുമോൾ അറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. അതുപോലെ നമ്മുടെ അക്ബറിനും അതുപോലെ തന്നെ നമ്മുടെ അനീഷിനും കിട്ടിയ സ്വീകരണം അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? PR ആണ് കൂടുതലും അനുമോളെ വിജയിപ്പിച്ചത്. അനുമോൾക്ക് ഫാൻസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ PR വിജയിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും അനുമോളുടെ ചടങ്ങുകളിലൊക്കെ കുറച്ച് ആൾക്കാർ, അതേസമയം റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ, ഇവരൊക്കെ ശരിക്കും ജനസമ്മതിയോട് കൂടിയിട്ടാണ് ജയിച്ചത്. അവരൊക്കെ വരുമ്പോഴത്തെ ജനങ്ങളെ കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും കണ്ടിരുന്നത് തന്നെയാണല്ലോ. അതുപോലെ അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് അക്ബറിനും അതുപോലെ തന്നെ അനീഷിനും കിട്ടിയിരിക്കുന്നത്. അനീഷിനും അക്ബറിനും അത്യാവശ്യം ജനാവലി ഉണ്ടായിരുന്നു. അനുമോൾക്ക് അവരത്രയും കൂടെ ജനാവലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് അവരാണ്, അനീഷാണ് അല്ലെങ്കിൽ അക്ബറാണ്. ഒരു ഗുണ്ട പരിവേഷം അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിലും ആണ് അവർ രണ്ടുപേരും അറിയപ്പെടുന്നത്. അനുമോൾ കുറേ ഫേക്ക് കളിച്ച് കുറേ അന്തം ഫാൻസ് കുറേ വോട്ട് ചെയ്ത് അതുപോലെ തന്നെ PR കൊണ്ട് വോട്ട് ചെയ്യിച്ച് അനുമോൾ ഫസ്റ്റ് നേടി എന്നത് മാത്രമേ ഉള്ളൂ. റോബിൻ രാധാകൃഷ്ണനൊക്കെ വേറെ ലെവലാണ്, അഖിൽമാരൊക്കെ ആയിരുന്നു കേട്ടോ. ആ ലെവലിലേക്ക് നമ്മുടെ അനീഷും അക്ബറും എത്തിയിട്ടില്ല. പക്ഷേ അവർ ഇപ്പോഴത്തെ ഈ സീസണെ വെച്ച് നോക്കുമ്പോൾ അവരാണ് ഇത്തിരി ഒന്ന് മെച്ചം പിടിച്ചവർ.
അതിനിടയിൽ നമ്മുടെ അനീഷ് കിടന്ന് വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഗോൾഡൻ വിസ വില്ല ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, ദുബായിൽ വില്ല ഒന്നും കിട്ടിയിട്ടില്ല, ഗോൾഡൻ വിസ ഒന്നും കിട്ടിയിട്ടില്ല. അനീഷ്, ഞാൻ സ്വന്തം വീട്ടിലിരുന്നിട്ടല്ല, അവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞാൻ വെല്ലിച്ചൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് വെളിച്ചമില്ല, അധികം വെളിച്ചമില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് പറയുന്നുണ്ട്. ഇതൊക്കെ ആൾക്കാർ പടച്ചു വിടുന്നതാണ് കേട്ടോ, വില്ല കൊടുത്തു എന്നൊക്കെ, ഗോൾഡൻ വിസ കിട്ടിയെന്നൊക്കെ. അതുപോലെ അനുമോളുടെ വേറൊരു ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കാർത്തിക് സൂര്യയുടെ അതുപോലെ തന്നെ നമ്മുടെ MG ശ്രീകുമാറിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂവിൽ അനുമോൾ വന്നിട്ട് പറയുന്നത് കണ്ട, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും, എൻ്റെ ഹോബിയാണ് കുക്കിങ്, ഇതൊക്കെയാണ് അനുമോൾ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് പറയും, ഞാൻ ഇന്ന് വരെ കുക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ കുക്ക് ചെയ്യുന്നത്. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റില്ല, ബേസ് അറിയാത്ത ഒരാൾക്കും ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അനുമോൾ നന്നായി നോണ പറയുന്നവളാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് ഇങ്ങനെ നോണ പറഞ്ഞ് കപ്പ് നേടുന്നത്? ആ കപ്പ് നേടിയ കാശ് കൊണ്ട് ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. വെറുതെ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും നേടരുത്. നമ്മൾ സ്വന്തം അധ്വാനം കൊണ്ട് നേടണം. അനുമോൾ എന്ത് അധ്വാനമാണ് ഉണ്ടായത്? മറ്റുള്ളവർ കുറ്റം പറഞ്ഞുള്ള അധ്വാനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? മറ്റുള്ളവർ ചെളിവാരി തേച്ചിട്ടുള്ള അധ്വാനമാണ് ഉണ്ടായിരിക്കുന്നത്? മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുകയാണോ? എന്നിട്ട് കുറേ ഇരുന്ന് കരയുന്നതാണോ? ഇനി നോക്കി നോക്കൂ, പെരുങ്ങോട്ടുകര അമ്പലത്തിൽ പോയിട്ട് അനുമോൾ പൂജിക്കുന്ന കണ്ട ശാസ്ത്രസ്വാമി വിഷ്ണുമായ തമ്പുരാനെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളുടെ ഒരു കൂട്ടുകാരി പറയുന്നുണ്ട്, ആരോ അനുമോൾ തോൽക്കാൻ വേണ്ടിയിട്ട് ഉരുളുകമെത്തി എന്ന് പറയുന്നുണ്ട്. ഉരുളുകമെത്തി എന്നിട്ട് അനുമോൾ തോൽക്കാൻ വേണ്ടി കുറേ ചെയ്തു, എന്നിട്ടും അനുമോൾ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അനുമോൾ ചെയ്യുന്നതോ, അനുമോളും അമ്പലങ്ങളിൽ പോയിട്ട് കാര്യസാധനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള അമ്പലങ്ങൾ ചാത്തസ്വാമിയുടെ വിഷ്ണുമായ തമ്പുരാനാണ്. ആ തമ്പുരാൻ്റെ അമ്പലത്തിൽ പോയി അനുമോൾ നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ സേവ ചെയ്യാൻ തന്നെയാണ് അനുമോൾ നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഞാനും അത് ചെയ്യുന്നവളാണ് എന്ന് എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? എനിക്കത് മനസ്സിലാവുന്നില്ല അനുമോളുടെ എന്താണ്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോലും തെണ്ടി വോട്ട് മേടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ചേച്ചിയും കൂട്ടുകാരും കൂടി ഇറങ്ങി മെഡിക്കൽ കോളേജിൽ കൂടെ നിൽക്കുന്നവരും അതുപോലെ വയ്യാതെ കിടക്കുന്നവരെടുത്ത് പോലും തെണ്ടി എൻ്റെ അനിയത്തി ഇതിലുണ്ട്, ഒന്ന് വിജയിപ്പിക്കണമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി അനുമോളുടെ PR കഥ പുറത്താക്കിയത് ആരാണ്? ബിന്നിയാണ്, ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ബിന്നിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബിന്നി ആ സമയത്തൊക്കെ ക്ഷമിച്ച് ഇപ്പോൾ ബിന്നി വന്നിട്ട് ഈ സൈബർ അറ്റാക്കും ഇതൊക്കെ തെളിയിക്കുന്ന കുറേ വീഡിയോസ് ഇട്ടു. എന്നിട്ടും ഈ ഫാൻസിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആരാണത്? നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവും, അയ്യോ ശരിയാണ് അനുമോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, മനസ്സിലാവും. തെളിവ് സഹിതമാണ് കാണിക്കുന്നത്. എന്നിട്ടും ഫാൻസിന് മനസ്സിലാകുന്നത് ആ ഫാൻസ് ഏതാണ്? PR-കളാണ് അല്ലേ? സ്വന്തം ശരിക്കുമുള്ള ഫാൻസ്, അനുമോളെ ഇഷ്ടം കൊണ്ടുള്ള ഫാൻസ് മിണ്ടാതിരിക്കുന്നുണ്ട്. അനുമോൾ ചെയ്ത് കുറേ തെറ്റ് തന്നെയാണ്, എന്നാലും ഞങ്ങൾ വോട്ട്, ഞാനും കുറേ വോട്ട് അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അനുമോളുടെ ഈ സ്വഭാവം തിരിച്ചറിഞ്ഞതിൽ പിന്നെ ഞാൻ വോട്ട് ഒന്നുപോലും അനുമോൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ബിന്നി വന്ന് കുറേ അനുമോളെക്കുറിച്ച് കുറേ തെളിവുകൾ, റണ ഫാത്തിമയും ഇതുപോലെ കുറേ തെളിവുകൾ വന്ന് നിരത്തിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ അവരായിട്ട് അനുമോളെ ഇഷ്ടപ്പെട്ടോ? പക്ഷെ നിങ്ങൾ ഇതേപോലെ അനുമോളെ എല്ലാ തെറ്റിനും മറച്ചു വെച്ച് നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.